രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇന്നൊരു വ്ളോഗ് എടുത്താലോ എന്ന്. അപ്പോൾ ഞാൻ ഇന്ന് എന്താ ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചത്, എന്തായിരുന്നു ഞങ്ങളുടെ ലഞ്ച്, ഇന്ന് വൈകുന്നേരത്തെ ചായക്ക് ഞങ്ങൾ എന്താണ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ കേക്കിൻ്റെ റെസിപ്പി ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വ്ളോഗ് ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. സുന്ദർ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വ്ളോഗ് കണ്ടിട്ട് വരാം. ഇന്നിപ്പോൾ സൺഡേ ആണ്. എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിച്ച് കഴിഞ്ഞു കേട്ടോ. ഉപ്പുമാവായിരുന്നു കഴിച്ചത്. വറ്റൽമുളകും വേപ്പിലയും ഒക്കെ ബാക്കി അവിടെ വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ കഴിച്ച് കഴിഞ്ഞപ്പോഴും എനിക്ക് തോന്നിയ വീഡിയോ എടുക്കാനായിട്ട്. അപ്പം ഇന്നലെ ഉണ്ടാക്കിയ ഉപ്പുമാവാണ് ബാക്കി ഉണ്ടായിരുന്നത്. ഞാൻ ഇന്ന് രാവിലെ കഴിച്ചിട്ടുണ്ട്. എൻ്റെ ഉപ്പുമാവിൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇങ്ങനെ ബാക്കി വെക്കുന്നത് പിറ്റേ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നറൊക്കെ ആയിട്ട് ഞാൻ കഴിക്കുന്നത്. എനിക്ക് അത്ര ഇഷ്ടമാണ് ഉപ്പുമാവ്. ഇത് നമ്മുടെ വീട്ടിലുണ്ടായ വേപ്പിലേനാണ് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് സൺഡേ ആയതുകൊണ്ട് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് ഗാർഡനിലേക്ക് ഇറങ്ങി നോക്കിയതാണ്. ഗാർഡനിൻ്റെ സ്ഥിതി പരിതാപകരമായിരുന്നു. ഈ ഒരു പാച്ചിൽ കംപ്ലീറ്റ് ചീരയായിരുന്നു കേട്ടോ, നമ്മുടെ ചുമന്ന ചീര. ഇത് നിൽക്കണില്ലേ, കുറച്ച് ഞാനിവിടെ വെച്ചിട്ടുണ്ട് നിങ്ങളെ കാണിക്കാനായിട്ട്. ബാക്കിയെല്ലാം കംപ്ലീറ്റ് ഞാൻ പറിച്ച് കളഞ്ഞു. ആ ഒരു പാച്ചിലും കുറച്ചും ചീരയായിരുന്നു. അപ്പോൾ അതൊക്കെ പറിച്ച് ഞാൻ ബിന്നിലിട്ടുണ്ട്. കുറച്ച് ഇല എടുത്ത് വെച്ചിട്ടുണ്ട് കറി വയ്ക്കാനായിട്ട്. കറിയല്ല, വെറുതെ ഇങ്ങനെ സ്റ്റീം ഇതുപോലെ വഴറ്റി കഴിക്കാനായിട്ട്. ഇത് ഏതോ ക്യാബേജ് കോളിഫ്ലവറോ അങ്ങനെ എന്തോ ആണ്. അതിൻ്റെ ഇടയിൽ നിറച്ചും കാണാണ്ട്. ഞാൻ സമ്മറിൽ നട്ടിട്ടുള്ളതാണ്. ഇപ്പോഴും ചെടിയായിട്ട് തന്നെ നിൽക്കണേ, കുഞ്ഞു ചെടിയായിട്ട്. ഈ വർഷം കുറേ തക്കാളികളുണ്ടായിട്ട്. ഇതൊന്നും ഞാൻ നട്ടതല്ല, ഇതൊക്കെ തന്നെ മുളച്ച് വന്നതാണ്. പിന്നെ ഈ ടോർച്ച് ലൈറ്റിൻ്റെ പൂവ്, ഈ ചെടിയും കുറേ ഉണ്ടായിട്ടുണ്ട് ഗാർഡനിൽ. കുറേയൊക്കെ ഞാൻ പറിച്ച് കളഞ്ഞത്, അവിടെയൊക്കെ പൂവുണ്ടായിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ കഴിഞ്ഞ കൊല്ലം നട്ട ചെടിയിൽ നിന്ന് വിത്ത് വീണിട്ട് മുളച്ച് വന്നിട്ടുള്ളതാണ്. പിന്നെ സൺഫ്ലവർ ഒക്കെ വാടി ഉണങ്ങിപ്പോയി. അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ച് കളയണം. ബീൻസിൻ്റെ പന്തൽ വീണു, അപ്പോൾ അതിനെ ഒന്ന് ശരിയാക്കണം. എല്ലാം കൂടി ഇന്ന് നടക്കൊന്നുമില്ല. ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ട് അകത്ത് കയറും. അമ്മൂന് കേക്ക് ഉണ്ടാക്കണം എന്ന് പറയുന്നുണ്ട് അവൾ. അപ്പോൾ ഇത് ഇവിടേക്ക് ഞാൻ കുറച്ചൊക്കെ ക്ലിയർ ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ക്ലിയർ ചെയ്യുന്നതിൻ്റെ ഇടയിൽ കണ്ടതാണ് ഒരു സവാള എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷാലറ്റ്സ് ആണെന്ന് തോന്നുന്നു, കുഞ്ഞിതാണ്. അത് പൂവ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ വിത്ത് മുകളിലുള്ളത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളത് ഞാൻ ഇവിടെ തന്നെ കുഴിച്ചിടാമെന്ന് വിചാരിക്കണം, അടുത്ത പോലെ ഉണ്ടായി വരട്ടെ. അപ്പോൾ എൻ്റെ ഗാർഡൻ പണികൾ തീർന്നിട്ട് ഇനി അകത്ത് കയറുമ്പോൾ കാണാം. ചീര മുഴുവനും ഇപ്പം തന്നെ പറിച്ച് കളയാനായിട്ട് കാരണം ഇതിൻ്റെ കതിരൊക്കെ മൂത്ത് തുടങ്ങി. ഇനി ഇതൊന്ന് വിത്ത് വീണ് കഴിഞ്ഞാൽ ഇവിടെ കംപ്ലീറ്റ് അടുത്ത കൊല്ലവും ചീര തന്നെയാവും. അപ്പോൾ 2-3 വർഷമായിട്ട് ഇപ്പോൾ ഈ 2 പാച്ചിലും ഞങ്ങൾക്ക് നിറച്ചും ചീരയാണ്. അത് നമുക്ക് യൂസ് ചെയ്യാനും പറ്റുന്നില്ല. അപ്പോൾ അടുത്ത കൊല്ലം ഞാൻ വിചാരിച്ചു നമുക്കത് ചട്ടിയിൽ നട്ട് നോക്കാം. ഇങ്ങനെ പടരുണ്ടല്ലോ, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാണ്ട് വെറുതെ ചീത്തയായി പോവുകയാണ്. എല്ലാ ദിവസവും പോലെ പൊട്ടിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് മൂത്ത് പോവും. പിന്നെ അതിനൊരു ടേസ്റ്റും ഉണ്ടാവില്ലേ കറി വെച്ചാൽ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ പറിച്ച് കളഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ വേരിന്ന് പൊടിച്ച് വരുമോയെന്ന് എനിക്കറിയില്ല കേട്ടോ. വേര് വലുതും ഉള്ളിൽ കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അറിയണവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. ഞാനിതിൻ്റെ കതിര് വീണിട്ട് മാത്രമേ ചെടി ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ ഇപ്പം തന്നെ അത് പറിച്ച് കളഞ്ഞത്. ചീരയും വേറെ കുറേ എനിക്ക് ആവശ്യമില്ലാത്ത ചെടിയൊക്കെ ഞാൻ ബിന്നിൽ ആക്കിയിട്ടുണ്ട്. കുറച്ച് ചീരയുടെ ഇല ഇവിടെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഉച്ചയ്ക്കോ വൈകുന്നേരം എപ്പോഴെങ്കിലും കഴിക്കാം. ഇപ്രാവശ്യത്തെ ഞങ്ങൾ വലിയ ഗാർഡൻ വീഡിയോസൊന്നും ഇട്ടില്ല, കാരണം ഇപ്രാവശ്യം ഗാർഡനിങ് ഒന്നും അങ്ങനെ കാര്യമായിട്ട് ചെയ്തില്ല. കുറേയൊക്കെ തന്നെ മുളച്ച് വന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. കോവിഡ് കൊണ്ട് ഇപ്രാവശ്യത്തെ സമ്മർ ഞങ്ങളെ പോയി. അപ്പോൾ അതുകൊണ്ട് ഇനി അടുത്ത വർഷം കുറച്ചുകൂടി നല്ല ഭംഗിയായിട്ട് നമുക്ക് ഗാർഡനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം. അതിന് വേണ്ടി ഇതെല്ലാം ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പം തന്നെ എല്ലാം ക്ലിയർ ചെയ്ത് വെച്ചാൽ, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ വിത്ത് വീണിട്ട് ഈ പൂവൊക്കെ ഉണ്ടല്ലോ, ഈ മഞ്ഞ പൂവുണ്ടാവണത് കാലൻഡുല ഒക്കെ നിറച്ചൊരു ചെടി ഉണ്ടായിരുന്നു. അതാണ് എനിക്ക് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം. അതിന്ന് വിത്ത് വീണിട്ടാണ് ഇവിടെ നിറച്ചുമായത്. അപ്പോൾ ഞാൻ എല്ലാം വിത്ത് ഇനിയും കുറേയൊക്കെ ഞാൻ ലേറ്റ് ആയിട്ടുണ്ട്, വിത്തുകൾ വീണിട്ടുണ്ടാവും എന്തായാലും. അപ്പോൾ പക്ഷേ ഇനി കാണുന്നതൊക്കെ ഞാൻ പറിച്ച് കളയാമെന്ന് വിചാരിക്കുകയാണ്. എന്നിട്ട് അടുത്ത കൊല്ലം ഇവിടെ പുതിയത് എന്തെങ്കിലുമൊക്കെ നടണം. ഗാർഡൻ പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ അകത്ത് കയറി ലഞ്ച് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇത് നമ്മുടെ പച്ചമുളകും വഴുതനങ്ങ കുക്കുംബർ ഒക്കെ ഞാൻ അകത്തേക്ക് കയറ്റി വെച്ചിട്ട് തണുപ്പായപ്പോൾ. ഇതാണ് എൻ്റെ വേപ്പില, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ കാണിച്ചു തരാമെന്ന്. പിന്നെ ദേ കുക്കുംബർ ഉണ്ടായി നിൽക്കുന്നുണ്ട്. മഞ്ഞ ടൊമാറ്റോകൾ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് എനിക്ക് കുറച്ച് ടൊമാറ്റോ വേണം ലഞ്ചിന് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അത് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നേ. പിന്നെ ദേ വഴുതനങ്ങ അതിന് നിൽക്കുന്നുണ്ട്. പച്ചമുളകൊക്കെ ചുമന്ന് തുടങ്ങിയിട്ടോ.
അതിൻ്റെ ഇലയും മഞ്ഞ കളറായി. ഇനി അത് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. പച്ചമുളക് പൊട്ടിച്ചിട്ട് ഇതിനെ പുറത്തെടുത്ത് വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പം എന്തായാലും ഞാൻ തക്കാളി പൊട്ടിക്കട്ടെ. നല്ല മധുരമാണ് കേട്ടോ ഇങ്ങനെ ഈ മഞ്ഞ ടൊമാറ്റോ. അപ്പം ഞങ്ങളുടെ ലഞ്ച് ഇത് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. സ്റ്റേക്കാണ് ഇന്ന്. പിന്നെ മഷ്റൂം സോസിനുള്ള മഷ്റൂം അവിടെ ഇങ്ങനെ വിൽട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. മാഷിനുള്ള പൊട്ടിട്ടോ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇത് ഞങ്ങളുടെ ലഞ്ച് ഇവിടെ റെഡിയായി. സ്റ്റേക്ക്, മഷ്റൂം സോസ്, നമ്മുടെ ഗാർഡനിലത്തെ തക്കാളിയാണ്, മഞ്ഞയും റെഡും, മാഷ്. സൺഡേ ലഞ്ച്. അപ്പം ഞങ്ങളൊരു പൈനാപ്പിൾ അപ്സൈഡ് ഡൗൺ കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സൺഡേ അല്ലേ, എന്തെങ്കിലും ഒന്ന് അമ്മൂൻ്റെ കൂടെ ബേക്ക് ചെയ്യാമുള്ളൂ. രാവിലെ മുതൽ പറയുന്നതാണ്. ഒരു 120 ഗ്രാം ഡാർക്ക് ബ്രൗൺ ഷുഗറാണ് കേട്ടോ. അതിൻ്റെ കൂടെ ഒരു 50 ഗ്രാം ബട്ടറും കൂടി ഇട്ടിട്ട് ഒന്നിങ്ങനെ മെൽറ്റ് ചെയ്തെടുക്കണം രണ്ടും കൂടെ. ഒരു കേക്ക് ടിൻ, ഇത് 9 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ്. അതിൻ്റെ അടിയിൽ ബട്ടറൊക്കെ പരട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേ ഷുഗറും ബട്ടറും ഒക്കെ കൂടെ മെൽറ്റായി ഇങ്ങനെ ചെറുതായിട്ട് ബബിൾസ് പോലെ വരാൻ തുടങ്ങിയിട്ടാ. അപ്പം ഇത്രയും മതി. ഇത് തന്നെ എന്തൊരു നല്ല അടിപൊളി സ്മെല്ലല്ലോ. നല്ല ഇങ്ങനെ ഇപ്പം തന്നെ കഴിക്കാൻ തോന്നണു. സ്റ്റിക്കി ടോഫി പുഡിങ്ങിൻ്റെ ഒരു മണമുണ്ട് അല്ലേ, ആ ഷുഗർ ആയതുകൊണ്ടായിരിക്കും. അപ്പം ഇത് ഞാൻ ഇനിയിപ്പോൾ ഈ കേക്ക് ടിന്നിൻ്റെ അടിയിലേക്ക് ആദ്യം ഒഴിക്കാൻ പോവാണ്. ടിന്നിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ടൊന്ന് കൊടുക്കുക. അപ്പോൾ ഇനി നമ്മളുടെ ഷുഗറിൻ്റെ ഒക്കെ മുകളിലേക്ക് നമുക്ക് വെക്കേണ്ടത് പൈനാപ്പിളാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പൈനാപ്പിൾ സ്ലൈസസ് ആയിട്ട് ക്യാനിലുള്ളതാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇത് വെക്കുമ്പോഴാണ് നല്ല ഭംഗി ഉണ്ടാവുക. നല്ല ഡിസൈനിൽ നമ്മൾ എന്തോരം ചെയ്തെടുത്താലും അത്ര ഭംഗിയായിട്ട് കിട്ടില്ല നമ്മൾ ഫ്രഷ് പൈനാപ്പിൾ വാങ്ങിച്ചിട്ടേ. അപ്പോൾ ഇങ്ങനത്തെ ക്യാനിലത്തെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ നല്ല അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇത് പൈനാപ്പിൾ ഇൻ സിറപ്പാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചേക്കുന്നത് ഇവിടെ. അപ്പം സിറപ്പിനും നല്ലൊരു മധുരമുണ്ട്. ഏതാണ്ട് മുഴുവനും കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഒരു പൈനാപ്പിൾ കഷ്ണം ഉണ്ട്, അത് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. അമ്മ ഓൾറെഡി കഴിക്കാൻ റെഡിയാവും. ഇനി ആ പൈനാപ്പിളിൻ്റെ നടുവിലേക്ക് ഒരു ചെറി വെച്ച് കൊടുക്കണ്ട കേട്ടോ ഞാൻ. ഇത് അതേ അഗെയിൻ ജാറിൽ ഉള്ള ചെറിയാണ്. വിചാരിച്ച പോലെയല്ല, അതിനകത്ത് കുരുവില്ല. ആകെ കൂടെ ഒരെണ്ണത്തിനകത്ത് മാത്രമേ എനിക്ക് കുരു കിട്ടിയുള്ളൂ. കേക്ക് ബാറ്റർ ഉണ്ടാക്കാൻ തുടങ്ങുന്നതിൻ്റെ മുമ്പ് ഞാൻ അവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് 180 ഡിഗ്രി സെൽഷ്യസിൽ കേട്ടോ. ഇത് 3:15 ഈ സമയം. ചായ ഉണ്ടാക്കുമ്പോഴേക്കും കേക്ക് റെഡി ആയാൽ മതിയായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ സ്റ്റാൻഡ് മിക്സർ എനിക്ക് കിട്ടിയതിന് ശേഷം ഞാൻ കേക്കിൻ്റെ റെസിപ്പി വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ കേക്കല്ല ഞാൻ കൂടുതൽ ഇതിനകത്ത് ഉണ്ടാക്കുന്നത്. ചപ്പാത്തി കുഴയ്ക്കാനായിട്ട് നല്ല അടിപൊളി സാധനമാണ് കേട്ടോ സ്റ്റാൻഡ് മിക്സർ. എനിക്ക് ഭയങ്കര മടിയായിരുന്നു ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട്. പക്ഷേ ഇത് കിട്ടിയതിന് ശേഷം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ ഇട്ടിട്ടുണ്ട്. ആദ്യമേ ഒരു 110 ഗ്രാം ബട്ടർ. അപ്പോൾ ബട്ടറിലേക്ക് ഞാൻ ഇവിടെ ഒരു കുറച്ച് ഷുഗറും ഇടുന്നുണ്ട്. കാസ്റ്റ് ഷുഗറാണ് ഇത്. ഒരു 180 ഗ്രാംസ് ഷുഗർ കേട്ടോ. അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ വാനില എക്സ്ട്രാക്റ്റും കൂടിയാണ് ഞാൻ അടുത്തത് ഒഴിക്കണേ. അപ്പോൾ നമുക്കിനി ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഇനി അടുത്തത് ഇതിലേക്ക് വേണ്ടത് 2 മുട്ടയാണ്. അപ്പം അതിൻ്റെ ഉണ്ണി എഗ് യോക്ക് ഞാനൊരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. വെള്ള വേറൊരു പാത്രത്തിലും ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം എനിക്കിനി അമ്മു ഈ വെള്ളം മാത്രമായിട്ട് ബീറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അമ്മോ അപ്പോൾ സ്റ്റാൻഡ് മിക്സർ ആയാലും ഹാൻഡ് മിക്സർ ആയാലും എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഇടയ്ക്ക് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ സൈഡിൽ നിന്നും അടിയിൽ നിന്നുള്ളതൊക്കെ ഒന്നിങ്ങനെ ഇറക്കിയിട്ട് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ എല്ലാതും നല്ലോണം മിക്സ് ചെയ്യാണ്ട് അവിടെ ഇവിടെയൊക്കെ കയറിയിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആദ്യം ഒരു മുട്ടയുടെ ഉണ്ണി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഒന്ന് നല്ലോണം ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്തത് ഇടാം. അപ്പോൾ മുട്ടയുടെ യെല്ലോ ഇട്ടിട്ട് ഞാൻ നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുത്തു. ഇപ്പോൾ ഒട്ടും ആ യെല്ലോ കളറൊന്നും കാണണില്ല. എന്നിട്ട് ഒന്നും കൂടെ സൈഡിൽ നിന്നൊക്കെ ഒന്ന് ഇറക്കിയിട്ട് കൊടുത്തിട്ട് നമുക്ക് മറ്റേ യോക്കും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ബീറ്റ് ചെയ്യാം. അപ്പോൾ ദേ ഇവിടെ ഒരു 180 ഗ്രാംസ്
മൈദ അമ്മ മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഇനി 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ഇടണം. 1/4 ടീസ്പൂൺ ഉപ്പ്, 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇത് രണ്ടും കൂടി ഇട്ടിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മൾ മുട്ടയൊക്കെ അടിച്ചു വെച്ചതില്ലേ അതിൻ്റെ കൂടെ ഇടണം. അപ്പോൾ കുറച്ച് പാലും വേണം കേട്ടോ. ഇവിടെ ഒരു 120 ml പാല് ഞാനൊന്ന് മൈക്രോവേവിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്, ഫ്രിഡ്ജിൽ നിന്നുള്ള തണുപ്പ് പോവാനായിട്ട്. അപ്പോൾ ഒരു 3 പ്രാവശ്യമായിട്ട് പൊടിയും 2 പ്രാവശ്യമായിട്ട് പാലും കൂടെ ഇടവിട്ടിട്ടാണ് ഞാൻ ഒഴിച്ചത് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ പൊടിയെ ഇടുക, പിന്നെ പാല്, പിന്നെ പൊടി, പിന്നെ പാല്, ലാസ്റ്റ് പൊടി. അപ്പം ഓരോ പ്രാവശ്യവും ഓരോന്നും ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ്, ഒരു 1 മിനിറ്റ് എങ്ങാനും ഒന്ന് മിക്സ് ആക്കി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മൾ അടുത്ത പ്രാവശ്യത്തെ അടുത്ത സാധനം ഇടുന്നത്. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എഗ് വൈറ്റ്സ് ഇതിലിടണം. അമ്മ അത് നേരത്തെ ബീറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ഇതിന്ന് ഇങ്ങനെ ഒരു സ്പാച്ചുല പോലെ കുറച്ചെടുത്തിട്ട് ബാറ്ററിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ നല്ലോണം ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ സൂക്ഷിച്ച് ഫോൾഡ് ചെയ്യണം, നല്ലോണം ഇളക്കരുത്. ആ വെള്ള കളർ പോകണം നമ്മുടെ ബാറ്ററിയിൽ നിന്ന്, പക്ഷെ എന്നാൽ കുറേ ഇട്ട് ഇളക്കി അതിൽ നമ്മുടെ എയർ മുഴുവൻ കളയാണ്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതേ നമ്മൾ ലാസ്റ്റത്തെ എഗ് വൈറ്റ്സ് ബീറ്റ് ചെയ്തത് ഇട്ടിട്ടുണ്ട്. ഇനി അതും കൂടെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. നല്ലൊരു ഫ്ലഫി കേക്ക് ബാറ്റർ ആയിട്ട് കിട്ടും കേട്ടോ ഇത്. എപ്പോഴും കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ എഗ്ഗ് സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ ബീറ്റ് ചെയ്തിട്ട് അടിച്ചെടുക്കുമ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്ന കേക്ക് നല്ല സോഫ്റ്റ് കേക്ക് ആയിരിക്കും. ഇപ്പം വെള്ളയൊന്നും കാണാനില്ല. ഞാൻ കുറേ ഇട്ട് ഇളക്കിയിട്ടില്ല, ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്തിട്ട് നടുവിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടാണ് ഞാൻ മിക്സ് ചെയ്തെടുത്തത്. ഇനിയിപ്പോൾ ഇത് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച പൈനാപ്പിളിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് ബേക്ക് ചെയ്യാൻ വെക്കും. അപ്പോൾ കേക്ക് ബാറ്റർ എല്ലായിടത്തേക്കും ഒന്ന് ഒരു ചെറിയ സ്പാച്ചുല വെച്ചിട്ട് ഒന്ന് ലെവലാക്കി കൊടുക്കുക. ഈ സ്പാച്ചുല എൻ്റെ കയ്യിൽ എത്ര വർഷമായെന്ന് അറിയോ? എനിക്ക് തോന്നുന്നു അമ്മ കുഞ്ഞായിരുന്നപ്പോൾ അവൾക്ക് കളിക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ്. പക്ഷെ എത്ര സ്പാച്ചുല എനിക്ക് വേറെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ സ്പാച്ചുല ഇഷ്ടം. ഭയങ്കര ചെറുതാ, അപ്പം നമുക്കിങ്ങനെ എൻ്റെ കയ്യിൽ ഒതുങ്ങും ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട്. അപ്പം ഇതേ ലെവലായിട്ടുണ്ട്. ഇനി നമുക്ക് അവനിലേക്ക് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഒരു സ്ക്യൂവർ ഇട്ട് നോക്കി കഴിഞ്ഞാൽ ക്ലീൻ ആണ്. അപ്പം സംഭവം സെറ്റായിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് അപ്സൈഡ് ഡൗൺ ചെയ്യണ്ടേ. ഒരു പാൻ ഇതിൻ്റെ മുകളിലേക്ക് ആക്കാം. അപ്പോൾ ഇതേ നമ്മുടെ പൈനാപ്പിൾ അപ്സൈഡ് ഡൗൺ കേക്ക് ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് മറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അതേ നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പം മിക്കതും ഇതോടുകൂടി ഞങ്ങളുടെ ഇന്നത്തെ ഫുഡ് അടി കഴിയും. എനിക്കിനി വിശക്കൊന്നുമില്ല. അതും കൂടെ കഴിച്ച് കഴിയുമ്പോൾ ഇനി പിള്ളേർക്ക് വിശക്കുന്നുണ്ടെങ്കിൽ അവർ വൈകുന്നേരം വല്ല മുട്ട വരച്ചിട്ട് എങ്ങാനും കഴിച്ചോളും, കുഴപ്പമില്ല, വലിയ പ്രശ്നമില്ല. അപ്പം ഞാൻ മുറിച്ചിട്ട് കാണിച്ചു തരാം. നല്ല ലൈറ്റ് സ്പഞ്ചാണ് കേട്ടോ. നമ്മൾ ആ മുട്ടയൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടല്ലേ ഇട്ടതോ. അപ്പോൾ അതിൻ്റെതായ അമ്മ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞിട്ട് പോ, ചൂടാണ് കേക്ക്. ഗുഡ്. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. ബൈ ബൈ.